കേർഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് സൈഡ് ഡിഷ്. ഹേ ഗൈസ്, നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് ഉരുളക്കിഴങ്ങും കത്തിരിക്ക വെച്ച് ഒരു മസാല ഉണ്ടാക്കാം. എൻ്റെ ഫേവറേറ്റ് ആണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് കേർഡ് റൈസോ അല്ലെങ്കിൽ രസം റൈസ് അല്ലെങ്കിൽ സാമ്പാർ റൈസ് ഉണ്ടാക്കുന്ന സമയത്തല്ലേ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ്, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ വെജിറ്റബിൾസിൻ്റെ കട്ടിങ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കട്ടിങ് ഒക്കെ റെഡിയാക്കി ഒരു സ്ഥലത്തിൽ വയ്ക്കുവാണെങ്കിൽ നമ്മൾ അടുപ്പ് ഓൺ ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട ആവശ്യമില്ല. എല്ലാം പെർഫെക്റ്റായിട്ട് ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ മിസബിൾ പെർഫെക്റ്റായിട്ട് വച്ചിട്ടാണ് ഞാൻ അടുപ്പിനകത്ത് കയറുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങും കത്തിരിക്കയും നീളത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഗാർലിക്ക് ക്രഷ് ചെയ്യുവാണ് ഹോളായിട്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, സ്ലൈസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, പിന്നെ ഓണിയൻ ടൊമാറ്റോ നമുക്ക് സ്ലൈസാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കത്തിരിക്കാൻ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടുണ്ട്. വെള്ളത്തിലിട്ടില്ലെങ്കിൽ അതിന് നിറം മാറും, കരുക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോസ് കുറച്ച് വേഗം സമയമെടുക്കും. ഇൻ കേസ് നമുക്ക് ധൃതിയാണെങ്കിൽ ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് കത്തിരിക്കയും ആ സെയിം സൈസിൽ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓണിയൻ ടൊമാറ്റോവും നമുക്ക് ചോപ്പ് ചെയ്താൽ മതി. ഈ ടൊമാറ്റോ ഇങ്ങനെ തലതിരിച്ച് വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഒരു പാനിൽ നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണ ചൂടായതിന് ശേഷം കടുകൊന്ന് പൊട്ടി വരണം. ആ സമയത്ത് നമുക്ക് വറ്റൽമുളക് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഞാൻ. പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വാടി വരണം. ഒത്തിരി കളറാക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള. നമുക്ക് വേണമെങ്കിൽ ശേഷം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ സവോള വേഗം ഒന്ന് വാടി കിട്ടും. ഇത് ശരിക്കും ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇതിനകത്ത് കറിവേപ്പിലയും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടണം. എന്നിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. നമ്മുടെ സവോള നന്നായിട്ട് വാടിയും കിട്ടും. അതിന് ശേഷം വേണം നമുക്ക് സ്ലൈസ്ഡ് ടൊമാറ്റോ ചേരാൻ. ഓണിയൻ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേരാം. പിന്നെ ഈ ടൊമാറ്റോസ് നന്നായിട്ട് ഇങ്ങനെ മാഷ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. കാരണം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് ആ സമയത്ത് വെന്ത് കിട്ടും. തക്കാളി ഉടഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇത് മൂന്നും ഇട്ടതിന് ശേഷം നമുക്ക് പച്ച സ്മെല്ല് പോകുന്നത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കണം. പച്ച സ്മെല്ല് പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇടാം. ഈ മസാലയും ഉരുളക്കിഴങ്ങും ജസ്റ്റ് ഒന്ന് പരണ്ട് വരണം. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഞാനിത് 2 പ്രാവശ്യം ഇങ്ങനെ ബാച്ചായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാല എല്ലാം കൂടി പെർഫെക്റ്റായിട്ട് മിക്സായി കിട്ടും. പിന്നെ വീണ്ടും അടച്ച് വെച്ച് ഒരു 5 to 6 മിനിറ്റ്സ് കുക്കാണെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു 90% കുക്കാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി കത്തിരിക്കാൻ ഇടാനുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം വേണം നമുക്ക് കത്തിരിക്ക ഇടാം. അതെ, ഏകദേശം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കത്തിരിക്ക ഇടാം. പിന്നെ ഇത് പിറണ്ട് കിട്ടാൻ ഇത്തിരി പാടാട്ടോ, പാന് ചെറിയതായതുകൊണ്ട്. പിന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്യാം നമുക്ക്. ഞാൻ കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ചു, ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്തു, വീണ്ടും ഓപ്പൺ ചെയ്തു. ഒന്ന് മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടാം. എന്നാലും നമുക്ക് ഈ കത്തിരിക്ക ഉരുളക്കിഴങ്ങുകളുടെ മസാല നന്നായിട്ട് പിടിക്കും. കാരണം ഇനിയാണ് ഇത് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് ഇങ്ങനെ മിക്സ് ആവാൻ തുടങ്ങും രണ്ടും കൂടിയിട്ട്. പിന്നെ അടച്ച് വെച്ച് ഒരു 1 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ കത്തിരിക്ക പെർഫെക്റ്റായിട്ട് കുക്കായി കാണും. ഇത് പെർഫെക്റ്റായിട്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം, അതും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് കേർഡ് റൈസിൻ്റെ കൂടെ കഴിക്കാം. ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് ചിലപ്പോൾ രസം ചോറോ ഇല്ലെങ്കിൽ നമുക്ക് സാമ്പാർ റൈസിൻ്റെ കൂട്ടത്തിലും ഈ കോമ്പിനേഷൻ നന്നായിട്ട് സെറ്റ് ആവും. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവരിബഡി ക്യാൻ കുക്ക് ആൻഡ് എവരിബഡി ഹാസ് ടു കുക്ക്.